പിള്ളേ എന്തോ ഇതില് കളർ ഫോട്ടോ ഒന്നുമില്ലേ? പിന്നെ കളർ വരട്ടാൻ കൊടുത്തിട്ടുണ്ട്. കാലം കയറുമായിട്ട് പഠിക്കുമെന്ന് നിൽക്കുമ്പോഴാ അവിടെ ഒടുക്കത്തെ ഒരു സെലക്ഷൻ. എന്താ? അല്ല കുഞ്ഞമ്മേ, അല്ല സുഭദ്രേ, ആ കൊച്ചു കാണാൻ തെറ്റില്ലെന്ന് പറയാ. ഈ കുട്ടി കൊള്ളാം. ഇതേതാ? ഇതിന്റെ പേര് തങ്കമണി. നല്ല തങ്കമണി, മണി പോലത്തെ സ്വഭാവമാ. ബിയെ പഠിച്ചിട്ടുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി, ക്രിക്കറ്റ്, സ്വിമ്മിങ്. ഇതൊക്കെ അറിയാമോ? അല്ല, ഇവയൊക്കെ ടിവിയിൽ കാണുമ്പോ കുത്തിയിരുന്ന് കണ്ടു രസിക്കാനുള്ള കഴിവുള്ളവളാ. അപ്പൊ അവൾ അത്ര മിടുക്കിയാണല്ലേ? എന്നാ നമുക്ക് അത് തന്നെ ആലോചിക്കാം. അതെ, ഒന്നിനും ഒരു കുറവില്ലാത്ത കുടുംബം. അച്ഛൻ കള്ള് ഷാപ്പ് കോൺട്രാക്ടറാ. അമ്മയ്ക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വീട്ടുഭരണമാ. ഒരാങ്ങളെ ഉള്ളത് അങ്ങ് തിരുവനന്തപുരത്താ, പൂജപ്പരയില്. അല്ല, നമുക്ക് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. പൂജപ്പുരയിൽ എന്താ വലിയ ഉദ്യോഗമാണോ? അവിടെ എന്തോന്നോ ഈ അല്ലല്ല, ഈ കമ്പി എണ്ണിക്കൊണ്ടിരിക്കുന്ന ടെലിഫോൺ ഓഫീസിൽ. അതൊന്നും അല്ല, ഏതോ ഒരു ബാങ്ക് കൊള്ളയടിച്ചെന്നും പറഞ്ഞ് ചുമ്മാ കുറച്ചുകാലത്തേക്ക് പിടിച്ചിട്ടിരിക്കുക. എഴുന്നേക്കാൻ. ഇതുപോലെ കുടുംബത്തിന്റെ അന്തസ്സിന് പറ്റാത്ത ആലോചനയായിട്ട് ഇങ്ങോട്ട് എങ്ങാനും വന്നാൽ തന്നെ ഞാൻ പറയുന്നൊന്നും കേൾക്കേണ്ട കുഞ്ഞമ്മേ. കുടുംബത്തിന്റെ അന്തസ് നോക്കിയിരുന്നാലേ കാലം കാത്തു നിൽക്കില്ല. നിങ്ങൾക്ക് അതോ ഇതൊക്കെ പറയാം, എനിക്ക് എന്റെ കുടുംബത്തിന്റെ അന്തസ് നോക്കണ്ടേ? അതൊന്നും പറയാൻ പറ്റില്ല, എന്റെ ജീവനാ പോകുന്നത്. അതെങ്ങനെ പറയും? ഞാൻ അവരുടെ നിർത്തിയാട്ടെ, വേണ്ടെങ്കിൽ വേണ്ട. ഇത് വേണ്ട. ഇങ്ങോട്ട് വന്നാട്ടെ. ഇന്നലെ വിവാഹമോചനം കഴിഞ്ഞവര് വരെ ഈ ശങ്കരപിള്ളയുടെ ലിസ്റ്റിലുണ്ട്. നമുക്ക് ആലോചിക്കാം. ഈ പെണ്ണ് കൊള്ളാം. ആരാ? ഇതെന്റെ ഭാര്യയുടെ ഫോട്ടോയാ. നടത്തിയോ? ഒരബദ്ധം പറ്റിപ്പോയി, ഞാൻ അറിയാതെ ഇതിനകത്ത് എടുത്തു വെച്ച് കാണും. കത്തുപോയായിരിക്കല്ലേ? ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട് എന്റെ ദൈവമേ. പിന്നെ തനിക്കെല്ലാം അറിയാമല്ലോ. പിന്നെ അപ്പൊ അവന് യോജിച്ചൊരു പെണ്ണിനെ ഉടനെ തന്നെ കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാവുന്നേ. നല്ല മണിമണി പോലത്തെ പെമ്പിള്ളാരുള്ള വീടുകളുണ്ട്. വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടൊന്നും കണ്ടു കളയാം. എന്നാ ഇപ്പൊ തന്നെ പോവാം. അല്ല, അതിപ്പോ അവരെ മുൻകൂട്ടി ഒന്നും അറിയിപ്പിക്കാതെ പോകുന്നത്. പറയൊന്നും വേണ്ടോ കുഞ്ഞമ്മേ. വേറെ റെഡിയായി വാ. ഇപ്പൊ വേണ്ടേ? വാടോ. തമ്പി അദ്ദേഹത്തിന് നിർബന്ധമാണെങ്കിൽ കുഞ്ഞമ്മ ചെന്നാട്ടെ. തമ്പി അദ്ദേഹത്തിന് നിർബന്ധമാണെങ്കിൽ കുഞ്ഞമ്മ ചെന്നാട്ടെ. ഞാൻ എന്ന് പോലാണോ തനിക്ക് കുഞ്ഞമ്മയായത്? ഇപ്പൊ തമ്പി അദ്ദേഹം വിളിച്ചപ്പോ. തമ്പി അദ്ദേഹം വിളിച്ചാൽ താനും വിളിക്കല്ലേ? ഒന്ന് വിളിച്ചാട്ടെ. എന്റെ പൊന്നു കുഞ്ഞമ്മ. സുഭദ്രേ, 32 നാക്കട ഒരു പല്ല ഉള്ളതല്ലേ അത്? ഹലോ, ഗ്രീറ്റ് എക്സ്പോർട്ടേഴ്സ്. യെസ്, ബസ് സ്റ്റോപ്പിൽ വെച്ചോ? എന്നെയോ? നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? അത് പിന്നീട് ഒരിക്കൽ പറയാം. ഇപ്പൊ വേറൊരു കാര്യം പറയാനാ വിളിച്ചേ. ഐ ലവ് യു. ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ടെ. നല്ല അടക്കോ ഒതുക്കോ ഉള്ള പെങ്കൊച്ച. മൂത്തവനെ കെട്ടിച്ചയച്ചു. ഇനി ഇതേ ഉള്ളു ബാക്കി. ഈ കാണുന്നതൊക്കെ ഈ കൊച്ചിനുള്ളതാ. വന്നാട്ടെ, വന്നാട്ടെ. ഇപ്പൊ ഇതുമായോ? നാട്ടുകാരോട് ഞാനിപ്പോ എന്ത് പറയും? എന്താണ് ഇവിടെ നോക്കി നിൽക്കുന്നത്? പൊടിയാത്തോട്ട് അടുത്ത വീട്ടിലെ കാര്യം അറിയാൻ വന്നിരിക്കുന്നു. പറയടി, മര്യാദക്ക് പറ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് പഠിത്തവും കോളേജൊന്നും എന്താണോ വീട് മാറിയോ? ഏതായാലും നമുക്ക് ഈ ബന്ധം വേണ്ട, പോണം. ആരാത്? എന്ത് വേണം?
പ്രാക്ടീസ് തുടങ്ങിക്കാണും. ബ്രേക്ക് ഇല്ലാത്തൊരു സൈക്കിള്. ബോള് തരാൻ മനസ്സില്ല. പോടാ അവിടുന്ന്. ചേട്ടാ ചേട്ടാ, ദേ ബോള് വരുന്നില്ല. ആ പന്ത് ഞാൻ എന്താ എന്നെ വല്ല ഏൽപ്പിച്ചിട്ടുണ്ടോ? നാണമില്ലല്ലോ ഇത്രയും തടിയനായിട്ട് പിള്ളേരുടെ കൂടെ നിന്ന് കളിക്കാൻ. അതെന്റെ ഇഷ്ടം. ആഹാ, ഇഷ്ടമാണെന്നോ? വഴിയെ പോകുന്ന ആൾക്കാരുടെ ദേഹത്തൊന്നും പന്തറിയാൻ ഒക്കത്തില്ല. ചേട്ടനെ ഞങ്ങളായിട്ട് കൊണ്ട് എറിഞ്ഞൊന്നുമല്ലോ. ഞങ്ങൾ ബോൾ നീ ഓടാൻ പോയിട്ടില്ലേ? എടി കൊരങ്ങ, ബോള് പോകുന്ന വഴിക്ക് ഓടിയ ദേഹത്തുള്ളൂ. ചിലപ്പോ കൊണ്ടുവന്നിരിക്കും. എന്നാ തരാൻ മനസ്സില്ല. രോഷ്ണി വഴക്കുണ്ടാക്കണ്ട, ബോളം കൊടുത്തേക്ക്. കൊച്ചു പറഞ്ഞാ ശരി. രോഷ്ണി ആ പന്ത് ഞാൻ തന്നില്ലെങ്കിലോ? തന്നില്ലെങ്കി ഞങ്ങൾ വാങ്ങും. എന്നാ വാങ്ങിച്ചോ. അനുജത്തി മഞ്ഞിച്ച് ഏടത്തി ചോർന്നിട്ട് തള്ള പറ്റിച്ച് എന്നൊക്കെ പറഞ്ഞ് ആളെ പറ്റിച്ച് നടക്കുന്ന ഈ ഇടപാട് എനിക്ക് പണ്ടേ ഇല്ല വേണോ സാറേ? ഇല്ലല്ലോ. എന്റെ തൊഴില് സത്യമായിട്ടില്ലേ? എന്നാ താൻ പറഞ്ഞ ആ ശാസ്ത്രീയ സംഗീത വാസനയുള്ള പയ്യനുണ്ടല്ലോ, അവനും അവന്റെ അച്ഛനും അമ്മയും ഒക്കെ കൂടി ഇവിടെ വന്നിരുന്നു പെണ്ണ് കാണാൻ. വന്നപ്പോ മുതലേ ചെറുക്കിടും മിണ്ടാട്ടമില്ല. ഞാൻ വിചാരിച്ചു തദ്ദേ തള്ളയെ പേടിച്ചിട്ടാണെന്ന്. പാടാൻ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ചെറുക്കന്റെ സ്വരത്തിന് ഒരവസരം. പാട്ടുകാരനല്ലേ, ഇടയ്ക്ക് സ്വരവും അപസ്വരവും ഒക്കെ വരും. വിക്സ് വിക്സോ? ചെറുക്കനെ കാണുന്ന മേലാൽ ഇതുപോലുള്ള ആലോചനയും കൊണ്ട് വന്നാലേ ശങ്കരപ്പിള്ള ചേട്ടന് നല്ല വീക്കുള്ളൂ. ഇപ്പോഴേ പറഞ്ഞേക്കാം. അയ്യോ കുഞ്ഞെ, ഈ വിക്കെന്നൊക്കെ പറയുന്നത് ഒരാരോഗ്യത്തിന്റെ ലക്ഷണമാ. പണ്ട് അർജുനന് വിക്കുണ്ടായിരുന്നതായിട്ട് പുരാണത്തിൽ ഒരു ചൊല്ലുണ്ട്. അർജുനേ വിദഗ്ധാനാം വിക്രം വിക്രം എന്നാരാ പറഞ്ഞേ? ആദ്യത്തെ രാമായണം. അതല്ലേ ഇവിടെ പറയാൻ കാരണം. അതുകൊണ്ട് ഈ വിക്കൊരു വലിയ വിക്കല്ലേ. ഒന്നും മനസ്സിലായില്ല അല്ലേ? മനസ്സിലാക്കി തരാം. അരിപ്പുള്ളി നായര് കോൽപ്പുള്ളി നായരുടെ സംബന്ധാലോചനയായിട്ട് തേങ്ങാപ്പുള്ളി നായർ അവിടെ ചെന്നപ്പോ മുളപ്പുള്ളി നായരുടെ കുത്തി പുറത്താക്കിയെന്ന്. ഈ സംബന്ധാലോചന കൊണ്ട് ശങ്കരപ്പിള്ള ചേട്ടൻ പടി കിടക്കണ്ട, വേഗം പോവാൻ നോക്ക്. പോകാൻ വരട്ടെ. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതായത് പുതിയൊരു ആലോചന. മേനോൻ സാറേ, രാഘവൻ തമ്പി എന്ന് കേട്ടിട്ടുണ്ടോ? വേലിത്തമ്പി തളവേ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടേ സുഭദ്ര കുഞ്ഞമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? എടോ, കുഞ്ഞമ്മ എന്ന് പറഞ്ഞേ മനുഷ്യന്റെ സ്വൈര്യം കെടുത്താതെ തനിക്കിത് പോയി തരാമോ? ചേടാ, എങ്ങനെയാന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നേ? പിടികിട്ടി. മേനോൻ സാറേ, ആസ്ഥാന മൃദംഗ വിദ്വാൻ കേളകത്ത കിട്ടുണ്ണിക്കുറുപ്പിനെ കേട്ടിട്ടുണ്ടോ? എടോ, അദ്ദേഹത്തിന്റെ ഗുരുനാഥന. അദ്ദേഹത്തിന്റെ ചെറുമകളാണ് സുഭദ്ര കുഞ്ഞമ്മ. സുഭദ്ര കുഞ്ഞമ്മയുടെ ഭർത്താവാണ് രാഘവൻ തമ്പി. ആ ദാമ്പത്യ വല്ലരിയിൽ പൂത്തു വികസിച്ച മനോഹര കുസുമമാണ് പ്രഭാകരൻ. 24 മണിക്കൂറും വായനയാണ്. രാമായണോ ഭാഗവതോ? കുറുപ്പദ്ദേഹത്തിന്റെ മൃദംഗ വൈദഗ്ധ്യം ചെറുങ്ങനെ ഉണ്ടോ? വായിപ്പിക്കാം. ഈ തിരുമുമ്പിൽ മൃദംഗം വായിപ്പിക്കാം. എന്നിട്ട് തീരുമാനിച്ചാ മതി.